പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 2019 പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആണ്ടുവട്ടത്തിലെ 3-ാമത്തെ ഞായറാഴ്ച തിരുവചന ഞായറായിട്ട് ആചരിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു. അത് 2020 ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ 7-ാമത്തെ വർഷമാണ്. ഇന്ന് വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇത് പാപ്പ അത് ആരംഭിച്ചപ്പോൾ പാപ്പ ഉദ്ദേശിച്ചൊരു കാര്യം ദൈവവചനത്തിൻ്റെ വ്യാപനം. ഈ കൂട്ടത്തിലെ 90% ആളുകൾക്ക് ഒരു വചനം പോലും അറിയില്ല എന്നത് പരമമായ സത്യമാണ്. നമ്മുടെ മനസ്സിൽ കുറിച്ചിടുക, വചനം പഠിച്ചാൽ വെളിച്ചം കയറും. വെളിച്ചം നിങ്ങളുടെ നിരാശപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിലേക്ക് കയറിയാൽ അത്ഭുതം നടക്കും. നിങ്ങൾക്ക് ഈ കുറുക്ക് വഴി നിങ്ങൾക്കറിയില്ല. വചനം പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നമുക്ക് വചനത്തോട് കാണിച്ചിട്ടുള്ള ഒരു മാറ്റിവയ്ക്കൽ, അവഹേളനം, ഇതിനൊക്കെല്ലാം ദൈവത്തിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. ഞങ്ങൾ സ്തുതിക്കും
നിത്യമഹിമാവി തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തു യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനും നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങിഷ്ടാനുസരണം നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ സൽപ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ആദ്യ കാലങ്ങളിൽ സെബുലോണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങൾ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ നദിക്കരയിലുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവിടുന്ന് അവർക്ക് ആത്യന്തികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചുമലിലെ ദണ്ഡും മർദ്ദനത്തിൻ്റെ വടിയും മിദ്യാനിൻ്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലേയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്?
എന്തെന്നാൽ ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാക്കുവിലാസത്തോടെയല്ല. ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ. ഈശോ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട സബുലോണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലോൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബെദി പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവവചന ഞായറിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ കുർബാന തന്നെ നമുക്കറിയാം, വിശ്വാസികളുടെ പ്രാർത്ഥന വരെ. ഇപ്പോൾ ഈ പ്രസംഗം, വചനപ്രഘോഷണം കഴിഞ്ഞിട്ട് വിശ്വാസ പ്രമാണം, പിന്നെ വിശ്വാസികളുടെ പ്രാർത്ഥന, അത് കഴിയുന്നിടത്തോളം അത് വചനം മുറിക്കൽ ശുശ്രൂഷയാണ്. കാഴ്ചവെപ്പ് മുതൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ്. കുർബാനയ്ക്ക് പോലും 2 ഭാഗമുണ്ട്. നമ്മുടെ വിശ്വാസ നിക്ഷേപം, അതിലെ പ്രധാനപ്പെട്ട ഉറവിടം ബൈബിളാണ്. നമ്മൾ ഒരു നിക്ഷേപത്തിൽ നിന്നാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത്, വേറൊന്നും നമ്മൾ പകർന്നു കൊടുക്കാൻ പാടില്ല. അപ്പം അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം വചനമാണ്. വചനം, പാരമ്പര്യങ്ങൾ, സഭയുടെ പഠനങ്ങൾ, വിശുദ്ധർക്ക് ദൈവം തന്നെ കൊടുത്തിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. അപ്പോൾ അതിന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഫൗസ്റ്റീനായ്ക്ക് കൊടുത്ത കരുണയുടെ ഈശോ, മർഗരീത്ത മറിയത്തിന് കൊടുത്ത തിരുഹൃദയം. ഇതൊക്കെ നമ്മൾ പരിശീലിക്കുന്നതും അത് സഭയിലുള്ള വിശ്വാസ നിക്ഷേപമാണ്. അപ്പം വചനം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വചനം വായിച്ചാൽ പ്രകാശം നിറയും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. ഇന്നത്തെ 3 വായനകൾ: 1-ാം വായന പ്രതിവചന സങ്കീർത്തനം, 2-ാം വായന, 3-ാം വായന അത് സുവിശേഷം. അപ്പോൾ ഈ 1-ാം വായനയിലും പ്രതിവചന സങ്കീർത്തനത്തിലും സുവിശേഷത്തിലുമുള്ള ഒരു പ്രധാനപ്പെട്ട 3 ഭാഗത്തും കാണുന്ന ഒരു വാക്കാണ് പ്രകാശം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. അത് തന്നെ യെശയ്യാ 9, യെശയ്യാ പ്രവാചക പുസ്തകം 9-ാം അധ്യായമാണ്. അതുതന്നെയാണ് മത്തായി സുവിശേഷകൻ അത് പ്രതിപാദിച്ചിരിക്കുന്നത്.
യെശയ്യാ 9:2 മത്തായി 4:16. പ്രതിവചന സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ പ്രകാശം രക്ഷയുമാണ്. അപ്പോൾ വചനം പ്രകാശമാണ്, ഈശോ പ്രകാശമാണ്. അത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നിൽ നടക്കുന്നവൻ ഇല്ല അവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, എന്നെ അനുഗമിക്കുന്നവൻ പ്രകാശത്തിൽ നടക്കുന്നു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്നെ അനുഗമിക്കുവിൻ എന്നാ പറഞ്ഞു. അപ്പം രണ്ട് കാര്യമാണ് അനുഗമിക്കേണ്ടത്. ഈശോയെ അനുഗമിക്കണം, വചനത്തെ അനുഗമിക്കണം. വചനം ദൈവമാണ്. അത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, പിന്നെ രണ്ടാമത് സൃഷ്ടിച്ചത് വെളിച്ചമുണ്ടാകട്ടെ എന്നാ പറഞ്ഞു. വെളിച്ചമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ വെളിച്ചമായിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നതാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിന് കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പൊ ഈശോ പ്രകാശമാണ്, വചനം പ്രകാശമാണ്. ഇതാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള വഴി. ഇത് നമ്മളും വചനം പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചേ, ഈ കൂട്ടത്തിൽ എത്ര പുരുഷന്മാർക്കൊരു വചനം അറിയാം? കൈ ഉയർത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ നാണക്കേടാവും. എത്ര പുരുഷന്മാർക്കൊരു വചനം അറിയാം? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. അത് പെട്ടെന്ന് ചാടിക്കറി പലരും പറയാറുണ്ട്. പക്ഷെ അത് ഏത് വചനമാണെന്നറിയാവോ? സങ്കീർത്തനം 23:1. സങ്കീർത്തനം 21. ഒരു വചനം പോലും അറിയില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ് പോലും, ഒരു വചനം പോലും അറിയില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഇത് ആരംഭിക്കാൻ കാരണം വചനത്തിൻ്റെ വചനം വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ശുശ്രൂഷ. ഈശോയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ വചനം പഠിക്കണം, വചനം നമ്മളത് പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ ഈശോയോട് ചേർന്ന് വളരാൻ നമുക്ക് 3 തരം ജീവിതമുണ്ട്. ഒന്ന് കൗദാശിക ജീവിതം, കൂടെയുള്ള കുമ്പസാരം, കുർബാന അർപ്പണം, കുർബാന സ്വീകരണം. രണ്ടാമത്തേത് വചനാധിഷ്ഠിത ജീവിതം, അത് വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, പഠിക്കുക. പിന്നെ കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ പുറപ്പാട് 20-ാം അധ്യായമാണ്. ഇനി 3-ാമത്തെ ജീവിതം പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക. ഇപ്പം സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി പ്രയർ, ഇത് പ്രധാനപ്പെട്ട. ഈശോയോട് അടുക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ചെയ്യുന്ന ഈ ലൊട്ടിലൊടുക്ക് കാര്യങ്ങളുണ്ടല്ലോ, ഈശോയോട് അടുക്കുന്ന കാര്യമല്ല. ഈ ആൾ രൂപം ഈശോ കണ്ടുപിടിച്ച വല്ല സംഭവമാണോ? ആൾ രൂപം നമ്മൾ വലിയ കാര്യമായിട്ട് കൊണ്ട് ഇടുന്നുണ്ടല്ലോ. പള്ളിയിൽ വരാതെ ചിലപ്പോൾ വചനം പഠിക്കുന്നില്ല, പള്ളി വരുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, പക്ഷെ ആൾ രൂപം കൊണ്ടിടും. ഇപ്പം ഗ്രേഡ് കൂടിയ ദൈവത്തോട് അടുക്കാൻ നമുക്ക് സഭ നൽകിയിട്ടുള്ള വഴികളല്ലേ നമ്മൾ നോക്കേണ്ടത്. ചില പള്ളികളിൽ ഇങ്ങനെ മുത്തുക്കുഴ പിടിച്ച പള്ളിക്കുറ്റം നടക്കും. ഈശോയുടെ എന്താ ബന്ധം? ചിലവർ മുടി പഠിക്കുന്നുണ്ട്. ഈശോയുടെ എന്താ ബന്ധം? മുടി പഠിച്ചതുകൊണ്ട്. ഈശോയോടുള്ള ബന്ധത്തിൽ വളരാൻ നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം വചനമാണ്. വചനം നമ്മൾ പഠിക്കണം. വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാകും. അതാണ് അത്. എത്രയോ പേര് വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്, രോഗം മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരു ബോധ്യമുള്ളവരൊന്ന് കരമുയർത്താവോ? വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കുറേ പേരുണ്ട്. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത കൈ താഴിടുക. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്കൊരു ഹോംവർക്ക് കൊടുക്കുന്ന വചനം വായിക്കുക. ഈശോ അത് ചെയ്തിട്ടുണ്ട്. ഈശോ കുരിശിൽ കിടന്ന് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വാക്ക് ഏലി ലാമ സബക്താനി, അത് സങ്കീർത്തനം 22. സങ്കീർത്തനം 22. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വീണ്ടും, അത് മർക്കോസിന്റെ സുവിശേഷമാണ്, മർക്കോസിന്റെ 14:31. അവൻ വീണ്ടും അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം, അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോ പോലും. അപ്പം അത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് കുറേ വചനങ്ങളുണ്ട്. ഇപ്പോൾ പഠിക്കുമ്പോൾ ഓർമ്മ കിട്ടാത്തവർക്ക് പറ്റിയൊരു വചനമാണ് യോഹന്നാൻ 14:26. ഇനി ജോലി, പഠനം,
എത്ര പരിശ്രമിച്ചിട്ട് ആ പരിശ്രമത്തിൻ്റെ മേൽ ഒരു വിജയം കാണുന്നില്ല. അങ്ങനെയെങ്കിൽ റോമ 9:16 പ്രാർത്ഥിച്ചു നോക്കും. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല, ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ആരും അത്ര വിചാരിക്കാത്തൊരു വചനമുണ്ട്. യേശയ്യാ 29:17 ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ. ഈ വചനം പ്രാർത്ഥിച്ചിട്ട് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു കുടുംബത്തിന് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അവർ പ്രാർത്ഥിച്ചു, ലബനോൻ ഒരു ഫലവും ഇല്ല, 8 വർഷമായി ഉദരത്തിൽ ഒരു ഫലവും ഇല്ല, ഫലമില്ലാത്ത ഉദരത്തെ ഞൊടിയിട കൊണ്ട് ഫലമുള്ളതാക്കി മാറ്റാൻ കഴിവുള്ള തമ്പുരാനെ ഫലമുള്ളതാക്കി മാറ്റണം. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെങ്കടലിന് മുമ്പിൽ നിന്നവരും അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വചനമാണ്. പെരുവെള്ളത്തിൽ പാതയൊരുക്കിയവൻ, അങ്ങനെ കടൽ വെള്ളം പകുത്തവൻ, അങ്ങനെ പറയുന്ന ഒരു വചനം. പെരുവെള്ളത്തിൽ പാതയൊരുക്കിയവനെ, സമുദ്രത്തിൽ വഴിവെട്ടിയവനെ. ഇതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശരിക്കും വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾക്കിന്ന് മദ്യപാനമുണ്ടോ, ജോലിയില്ലാത്ത അവസ്ഥയുണ്ടോ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയുണ്ടോ, കല്യാണം നടക്കാത്ത അവസ്ഥയുണ്ടോ, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാവുന്ന നല്ലൊരു സുന്ദരമായൊരു വചനമാണ്. ജ്ഞാനമെട്ടോന്ന ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവളെല്ലാം നന്നായി ക്രമപ്പെടുത്തുന്നു. ആ വചനത്തിൻ്റെ അഭിഷേകശക്തിയിൽ എവിടെയുള്ള എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ അങ്ങ് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരണമേ. അപ്പോൾ വചനം പ്രാർത്ഥിക്കൂ. വചനം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വെളിച്ചം നിറയും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ദൂത. വചനം പഠിച്ച് തുടങ്ങൂ. വാശി വേണ്ട, എന്നെക്കൊണ്ടൊന്നും പറ്റൂല, അത് കുറച്ച് ഭക്തർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വാശി വേണ്ട, നിങ്ങൾ പഠിക്കൂ. ഓരോ വചനം വെച്ച് പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് അത്ഭുതം കാണാൻ സാധിക്കും. അത് ദൈവം നിങ്ങളിൽ വചനം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഇതുവരെ വചനം പഠിക്കാത്ത ഒരാൾ വചനം പഠിച്ചാൽ അതൊരു അത്ഭുതമായിട്ട് മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളിലെ വചനത്തിൻ്റെ ശക്തി, അതിനെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യത്തെ തവണ തന്നെ നിങ്ങളൊരു വചനം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു അനുഗ്രഹം തരും. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ എന്നെ നീ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മറിയം എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അഭിവാദനം പറഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ ശിശു കുതിച്ചു ചാടി. ഇതെന്താണെന്നറിയാവോ? വചനത്തിലുള്ള പോസിറ്റിവിറ്റിയാണ്. മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോ ഉരുവായി അപ്പോഴാണല്ലോ പിന്നെ പുറപ്പെടുന്നത്. അപ്പോൾ പ്രകാശം നിറഞ്ഞു. ഇനി വചനം പഠിച്ചിട്ടുണ്ട് മറിയം ദേവാലയത്തിലുള്ള തൻ്റെ സമർപ്പണ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ദൈവവചനത്തെ ഹൃദയേ സംഗ്രഹിച്ചവളെ, ലോകരക്ഷകനെ ഉദരേ സംവഹിച്ചവളെ. ഇതാണ് മറിയത്തിൻ്റെ ക്വാളിറ്റി. നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ ഉള്ളിൽ നിറയ്ക്കാനുള്ള അവസരമുണ്ട്. വചനം പഠിക്കുന്നതിലൂടെ ഈശോയെ ഉള്ളിൽ നിറയ്ക്കാനുള്ള അവസരമുണ്ട്. കൗതാശികമായ കുർബാനയാകുന്ന ഈശോ നിറയുമ്പോഴും വചനമാകുന്ന ഈശോ നിറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാകും. അന്ധകാരമെല്ലാം മാറിപ്പോവും. പരീക്ഷിച്ച് നോക്കും. നമുക്കിപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലുവാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും
മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് നമ്മുടെ സ്തോത്ര കാഴ്ചകൾ കരങ്ങളിലെടുക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അങ്ങ് കേൾക്കണമേ. ഞങ്ങളുടെ കരങ്ങളിലുള്ള ഈ ഞങ്ങളുടെ ജീവിത വരുമാനത്തിൻ്റെ ചെറിയൊരു അംശത്തെ ഞങ്ങളിവിടെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഉയർത്തണമേ. കടബാധ്യതകളെ ഏറ്റെടുക്കണമേ. സ്ഥിര വരുമാനമുള്ള ജോലി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നാനാജാതി മതസ്ഥരായ മനുഷ്യരെല്ലാവരും അനുഗ്രഹിക്കണമേ. ദൈവവചന ഞായർ കൊണ്ടാടുമ്പോൾ കത്തോലിക്ക സഭയെയും കത്തോലിക്ക സഭയിലുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനകളെ അങ്ങ് കേൾക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും മിന്നലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു.
മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹാരാജമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കളെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവം മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവദായകമായ കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിലെപ്പോഴും ഞങ്ങൾ അഭിമാനം കൊള്ളുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ.
സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് അല്പനേരം പ്രാർത്ഥിക്കാം. നമുക്ക് വചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വചനമാകുന്ന ഈശോയെ അറിയുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് ഈ തീർത്ഥാടന സമൂഹത്തോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് അനുഗ്രഹമാകുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകം. ഇനി ഇത്രയും പേരെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നതും ഒരു അനുഗ്രഹമല്ലേ. നമ്മുടെ മുന്നിലും പുറകിലും ഇടതും വലതൊക്കെ ഇരിക്കുന്ന ആളുകളുടെ വിശ്വാസം വ്യത്യസ്തമാണ്. അപ്പോൾ നല്ല തീക്ഷ്ണമായിട്ടുള്ള വിശ്വാസമുള്ളവരുണ്ട്, അത്ര വിശ്വാസമില്ലാത്തവരുണ്ടാകാം. പക്ഷേ ഇതൊരു ആത്മപകർച്ച പോലെ വിശ്വാസം ഇങ്ങനെ പകർന്നു കിട്ടും. ഇപ്പോൾ വചനം പറഞ്ഞിവിടെ ഓരോ വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയങ്ങൾ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, കർത്താവേ, വചനത്തിന്റെ ശക്തി അങ്ങ് അയക്കണമേ. വചനത്തിന്റെ ശക്തി അയക്കണമേ. വചനം നിഷ്ഫലമായി പോകില്ല. വചനം നിഷ്ഫലമായി പോകില്ല. വചനം നിഷ്ഫലമായി പോകില്ല. വചനത്തിന്റെ ശക്തി അങ്ങ് അറിയിക്കണമേ. വചനത്തിന്റെ ശക്തി അങ്ങ് അയക്കണമേ. വചനത്തിന്റെ ശക്തി അങ്ങ് അയക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 127:3. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനവും. ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോമ 9:16. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ സ്ഥിര വരുമാനമുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, മദ്യപാനാസക്തിയുള്ളവരെ സമർപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തുകളയും. റോമ 16:20. ഈ വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ മദ്യപാനാസക്തി എന്നേക്കാൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സമർപ്പിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. പലവിധ രോഗങ്ങളാൽ ഇപ്പോൾ ഏതെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ലൂക്ക 6:19. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. ലൂക്ക 5:17. രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഈ വചനങ്ങളുടെ അഭിഷേക ശക്തി നിറയട്ടെ. പഠന മേഖലയിലുള്ളവരെ സമർപ്പിക്കുന്നു. ബുദ്ധിശക്തിയില്ലാത്തവരെ സമർപ്പിക്കുന്നു.